എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നേ ഒരു എന്താ പറയുക ഒരു ഡ്രിങ്ക് ആയിട്ട് കുറേ നാളായിട്ട് പാചകമൊക്കെ ചെയ്തിട്ട് ട്രാവലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നല്ലേ. അപ്പം നമുക്ക് അത് മാത്രമല്ല വേണ്ടേ, നമുക്ക് അതിനിടയിൽ പാചകമൊക്കെ വേണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ അല്ലേ, വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, അതൊക്കെ നമുക്ക് ഇതിനിടയിൽ വേണം. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചൊരു 2-3-4 പാഷൻ ഫ്രൂട്ട് ഒപ്പിച്ചു, പിന്നെ എന്താ പറയുക നമ്മുടെ പുതിനയില ഒപ്പിച്ചു, പിന്നെ ഞാൻ ഇത്തിരി ഫ്രീസറിൽ ഇത്തിരി ഐസ്, സാധാരണ നമ്മൾ ഐസട്ട വെക്കാറില്ല, പക്ഷെ ഞാനിപ്പം ഐസട്ട എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് 2 നാരങ്ങ, ഒരു 3 നാരങ്ങ, പിന്നെ ഒരു സോഡ, ക്ലബ് സോഡ ഉണ്ടല്ലോ, അത് വേണം കേട്ടോ തണുത്തത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഒരു പാഷൻ ഫ്രൂട്ട് മിൻറ്റ് മൊജിറ്റോ ഉണ്ടാക്കാം. മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്, പാഷൻ ഫ്രൂട്ട് മിൻറ്റ് മൊജിറ്റോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യാമെന്നറിയാമോ, ഞാനപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേണ്ടേ, ഇത് ഐസേട്ട് കേട്ടോ, ഇത് ഞാൻ ഫ്രീസറിൽ ഇങ്ങനെ എടുത്ത് വെച്ചാണ് അതിൻ്റെ. അപ്പം ഞാൻ ഈ പാത്രം എടുത്ത് വെച്ചേക്കുന്നത് വെച്ചാൽ അതാണ്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കണ്ടല്ലോ, ഇതാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനകത്തെ എടുത്ത് ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം വെച്ചേക്കുന്നുണ്ട്. ഞാനൊരു 3 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് മിൻറ്റ്, ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, ചൂടുള്ള സാധനങ്ങൾ പിടിക്കുന്ന സാധനം. ഇത് മിക്സിയുടെ ജാറ് എടുത്തിങ്ങനെ പൊതിഞ്ഞ് കാര്യമായിട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ പുതിനയില ഉണ്ട് കേട്ടോ, ഫ്രഷ് പുതിനയില. ഇപ്പോൾ വാഷ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണിത്. അത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ വേണ്ട നമ്മുടെ സോഡ, ക്ലബ് സോഡ ഉണ്ടാണ്ടോ, ഈ ക്ലബ് സോഡ, ബിസ്ലേരി ക്ലബ് സോഡയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയിട്ട് ഒരു 3 ഗ്ലാസും, പിന്നെ ഞാൻ ഇത് കട്ട് ചെയ്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് വരാം കേട്ടോ. എന്നിട്ട് ഞാൻ 3 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ അതാണ്ട് ഞാൻ നാരങ്ങയും നീരും പിഴിഞ്ഞ് വെച്ചു കേട്ടോ, കുരുവൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് ഇതാണ്ട് പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു. ഞാൻ അതാണ്ട് നമ്മുടെ ഐസ് കട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുതിനയില എടുത്ത് വെച്ചു. പിന്നെ അതാണ്ട് നമ്മുടെ ക്ലബ് സോഡ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനിതിലേക്ക് കുറച്ച് പുതിനയില ഇടാൻ പോവാണേ. ഓരോ ഗ്ലാസ്സിലും കുറച്ച് ഉണ്ടോ പുതിനയില ഇട്ടു. ഞാൻ നമ്മുടെ പാഷൻ ഫ്രൂട്ടിനെ എടുത്ത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാം. ഉണ്ടോ? അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം ചെയ്യണം കേട്ടോ, കുറച്ച് പഞ്ചസാര നമുക്ക് പൊടിച്ചു വെക്കാവേ. ഞാൻ പൊടിച്ചൊന്നും വെച്ചില്ല കേട്ടോ. പഞ്ചസാര പൊടിച്ചു വെക്കാൻ പറ്റുന്നെങ്കിൽ പൊടിച്ചു വെച്ചോളൂ. ഞാനാ പാഷൻ ഫ്രൂട്ടിനെ എടുത്ത് ഇത് ഇങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ ഞാൻ പഞ്ചസാര ടീൻ എടുക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ പൊടിക്കുന്നില്ല, ഞാൻ അല്ലാതെ തന്നെ ഇടുക. അപ്പോൾ പൊടിക്കാൻ ആഗ്രഹമുള്ള പൊടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് അത് നമുക്ക് കലക്കി കിട്ടും അല്ലേ. അപ്പോൾ അതത്ര ഇട്ടു. അപ്പോൾ ഞാനിനി അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ, ഓരോ നാരങ്ങയുടെ നീരാണേ. ഞാനിപ്പോൾ സമാധാനം 3 നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ട് സമാധാനം എടുക്കുമായിരുന്നു ചെയ്തത്. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യാൻ പോവാം. പാഷൻ ഫ്രൂട്ടൊക്കെ ഇടുമ്പോൾ പഞ്ചസാര വേണ്ടേ. പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിലേ പെട്ടെന്ന് ഇത് അലിഞ്ഞും കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണ്ടാൽ മതി. അതിട്ടു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോണത് ഐസ് കട്ട ഇടാൻ പോവാം കേട്ടോ. തണുപ്പൊക്കെ കിട്ടണ്ടേ. നല്ല തണുപ്പൊക്കെ ഇരുന്നല്ലേ. തണുപ്പൊക്കെ കുറച്ച് യൂസ് ചെയ്യുന്നതൊക്കെ കുറച്ചായിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ല തണുപ്പിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഐസ് കട്ടയും ഞാൻ പിറക്കി ഇതിനകത്ത് ഇട്ടേ. അപ്പം ഇനി നമ്മൾ ലാസ്റ്റ് കാര്യം ചെയ്യാൻ പോവാം. എന്താ അത്, നമ്മുടെ സോഡ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാം കേട്ടോ. അപ്പം അടപ്പ് പൊട്ടിക്കാൻ ഭയങ്കര പാടേ. ഇതിങ്ങനെ ഞാൻ അങ്ങോട്ട് ഒഴിക്കാൻ പോവാണേ. കണ്ടോ, വാ നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. പതഞ്ഞിങ്ങനെ പൊങ്ങുവാണേ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിനെ ഒന്ന് കലക്കി, കാരണം പഞ്ചസാരയൊക്കെ ഒന്ന് അലിയണ്ടേ. ഐസ് കട്ട താഴെ പോയോ എന്നൊരു സംശയം. നമുക്ക് നോക്കാം.
കുറച്ച് സോഡയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ഞാനിത് കുടിച്ച് നോക്കട്ടെ. അപ്പം അത്രയും ചെയ്തില്ലേ? അപ്പം ഇതിനെ ഞാനൊന്ന് കുടിച്ച് നോക്കാവേ. വേണമെങ്കിൽ നമുക്കിതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ കൊടുക്കാം. ഇത് പഞ്ചസാരയുടെ കുറവുണ്ടായിരുന്നേ. കാരണം ഇവിടെ എൻ്റെ മമ്മിക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പഞ്ചസാരയൊന്നും കോരി വാരിയൊന്നും ഇടാൻ പറ്റില്ല. ഒരെണ്ണത്തിനകത്ത് ഇട്ടാൽ മതി. ഒരെണ്ണത്തിനകത്ത് പഞ്ചസാര ഇട്ടാൽ മതി എന്ന് മമ്മി തന്നെ പറയുന്നുണ്ട്. മമ്മി ഇരുന്ന് കുടിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരെണ്ണം എടുത്ത്. ഇതിപ്പോൾ മമ്മിക്ക് പഞ്ചസാര കുറവാണേ. പഞ്ചസാര കുറവുള്ള. ഇപ്പം അതേ മമ്മിയെ കാണിക്കാൻ പോവാ. അതേ മമ്മി കുടിക്കുന്ന ഒന്ന് അങ്ങനെ ഉണ്ട്. പഞ്ചസാരയുടെ അത് കാരണം മമ്മിക്ക് അങ്ങനെ ഇട്ടത് കേട്ടോ. കാരണം മമ്മിയെ സംബന്ധിച്ചുള്ള മമ്മിക്ക് പഞ്ചസാര കുറച്ച് മതിയായതുകൊണ്ടേ. അപ്പം ഇതിപ്പോൾ ഞാൻ പഞ്ചസാര ഇപ്പം ഞാൻ ഇനി ഒന്നെടുക്കാം. പക്ഷെ പൊടി ചേർത്താൽ മതി കേട്ടോ. പൊടിയാകുമ്പോൾ പെട്ടെന്ന് ലയിച്ചങ്ങ് ചേർന്നോളും. അപ്പോൾ അതേണ്ടേ കണ്ടല്ലോ, കണ്ടോ പാഷൻ ഫ്രൂട്ട് മിൻറ്റ് മൊജിറ്റോ കണ്ടോ ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പഞ്ചസാര കുറച്ച് കുറവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര വേണ്ടവർക്ക് ആവശ്യത്തിനിടാം. ഞാനിപ്പോൾ പൊടിച്ചിടാത്തതുകൊണ്ട് അത് ലയിച്ച് തരാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ഈ പാഷൻ ഫ്രൂട്ട് മിൻറ്റ് മൊജിറ്റോ, പിന്നെ പാഷൻ ഫ്രൂട്ടിൽ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ഇത് കിടക്കത്തില്ല. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് അരി മാത്രമായിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടി. ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്തില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗി വരുത്താൻ വേണ്ടി സാധാരണ പാഷൻ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് നമുക്ക് അരി മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഞാൻ വെച്ച് ഗുണമുള്ള സാധനമല്ലേ, എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഇതിനെ വേണമെങ്കിൽ മനോഹരമൊക്കെ ആക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഈ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി കേട്ടോ. സ്കന്ദഷഷ്ഠിയല്ലേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ചോറുമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനൊരു ഷഷ്ടി 9-ാം തീയതിയാണ് സ്കന്ദഷഷ്ടി തുലാമാസത്തിലെ. അപ്പോൾ അതറിയാൻ വയ്യാത്തവർ കൂടി ഞാൻ പറഞ്ഞെടുക്കുക. തുലാമാസത്തിലെ സ്കന്ദഷഷ്ടി എടുത്തു കഴിഞ്ഞാൽ 6 ദിവസത്തെ ആ ഷഷ്ടി എടുത്തു കഴിഞ്ഞാൽ അത് 1 വർഷത്തെ ഫലമാണെന്നാണ് പറയുക. അപ്പോൾ പിന്നെ മാസത്തിലെ ഷഷ്ടി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഞാൻ മാസത്തിലെ ഷഷ്ടി പരമാവധി എടുക്കാറുണ്ട്. അപ്പോൾ പറ്റുന്ന സമയങ്ങളൊക്കെ എടുക്കാറുണ്ട്. എല്ലാ മാസവും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പം എന്താ പറയുക, അപ്പം ഞാനങ്ങനെ രാവിലെ പോയി ഭഗവാനെയൊക്കെ കണ്ടിട്ട് തൊഴുതിട്ടൊക്കെ വന്നേട്ടോ. അതാണ് നെറ്റിൽ ചന്ദനമൊക്കെ കിടക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് പുതിയതായിട്ട് കാണുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരോടും പറയണം. പിന്നെ എന്താ പറയുക, എൻ്റെ എല്ലാ പുതിയ വീഡിയോസും അതിനകത്ത് പിന്നെ എന്താ പറയുക ബെൽ ബട്ടൺ അമർത്താമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ എത്തുവേ. അപ്പം അതൊക്കെ ആരും മറന്നു പോകരുത്. എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.